ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ നമ്മുടെ LDCയുടെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി. എല്ലാവരും ലിസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലിസ്റ്റ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് ഇനി എക്സാംസൊക്കെ ഈ വർഷം നിറയെ എക്സാംസ് വരാനിരിക്കുകയല്ലേ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു. നമ്മൾ അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആരും വിഷമിച്ചിരിക്കേണ്ട. കാസർഗോഡിന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും കുറേ ജില്ലകളിൽ വരാനില്ലേ, അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോച്ചിങ്ങിന് പോവാതെ സെൽഫ് സ്റ്റഡി ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് പുറമെ എങ്ങനെയാണ്, ഞാനൊരു ടൈം ടേബിൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എൻ്റെ ടൈം ടേബിളാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, അത് ഞാൻ എനിക്ക് വേണ്ടി ഇട്ട ടൈം ടേബിളാണ്. ആരും അത് വെച്ചിട്ട് ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഇത്ര ഇവിടെ പടക്കം പൊട്ടണ്ട, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടൈം ടേബിൾ വെച്ചിട്ട് ഇത്രയൊക്കെ ഇൻക്ലൂഡ് ആക്കി പഠിക്കാൻ പറ്റുമോ, ഇത്ര ഞാൻ ഒരുപാട് ഇട്ടു എന്നുള്ളൊരു ഫീൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടി ഞാൻ ഇട്ടൊരു ടൈം ടേബിളാണ്. ഓക്കെ, ഞാൻ കുറേ ആയി, ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ വീട്ടിലിരുന്ന് പഠിക്കണം. അപ്പോൾ എനിക്ക് വേണ്ടി ഇട്ടൊരു ടൈം ടേബിളാണ്. ഓക്കെ, ഇപ്പോൾ 4 മണി ടു ഒരു 11 മണി വരെ ഉള്ളതിൽ എനിക്ക് സമയം കിട്ടുന്ന ആ ഒരു ടൈമിൽ ഞാനത് എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാറില്ല. അത് വേറൊരു വശം. ഓക്കെ, സെൽഫ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഒപ്പം ഞാൻ ഡിഗ്രിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ആണ് ഡിഗ്രി. അതുപോലെ ഞാൻ ഡിഗ്രി ഏതാ എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. ഞാൻ ഡിഗ്രി ഇഗ്നോയിലാണ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ്. BA സോഷ്യോളജിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാനുണ്ട്. എക്സാം വരുന്നുണ്ട്. കഴിഞ്ഞ LDൻ്റെ എക്സാം സമയത്ത് എനിക്ക് ഡിഗ്രീൻ്റെ എക്സാം ആയി. അതുകൊണ്ട് എനിക്ക് LDs അത്ര നോക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇതും ഒപ്പം മുന്നോട്ട് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. ഇനി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കൈയൊക്കെ കണ്ട പൊള്ളിയിട്ടൊക്കെ ഇരിക്കുകയാണ്. അത് കുറച്ച് ബോഡി ഇഷ്യൂസ് അങ്ങനെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതെനിക്ക് രണ്ടും കൂടെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഈ ജൂണിൽ നമ്മുടെ കുറേ എക്സാംസ് വരാൻ പോകുന്നുണ്ടല്ലോ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ആ സമയത്ത് എനിക്ക് ഡിഗ്രീൻ്റെ എക്സാമാണ്. അതാണ് എൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ. ഓക്കെ, സെൽഫ് സ്റ്റഡിയിൽ ഞാൻ ആ ടൈം ടേബിൾ എപ്പോഴും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല. പക്ഷേ അത് എനിക്ക് അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു ടൈം ടേബിളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, എല്ലാവരും നേരത്തെ എണീക്കുന്ന ആൾക്കാരല്ല. ചിലവർ 7 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കുന്നവരുണ്ട്. അതിനനുസരിച്ചിട്ട് എൻ്റെ ടൈം ടേബിൾ കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ടൈം ടേബിൾ കാണിച്ചു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾക്ക് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ടൈം ടേബിൾ എടുക്കാം. ഓക്കെ, ആ ടൈം ടേബിൾ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കാണിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. ഓക്കെ, അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത്രയൊക്കെ ഒരു ദിവസം പഠിക്കാൻ പറ്റുമെന്ന്. പഠിക്കുന്നവരുമുണ്ട്. ഞാൻ എപ്പോഴും പഠിക്കുന്നു, ഞാൻ ആരുടെ പറയുന്നില്ല. എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഡിഗ്രി ഉണ്ട് എനിക്ക്. നിങ്ങൾക്ക് എൻ്റെ ഡിഗ്രീൻ്റെ ബുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഇതാ കണ്ടോ, ഇത് എൻ്റെ ഡിഗ്രീൻ്റെ ബുക്കാണ്. ഞാൻ ഇഗ്നോയിലാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇത് 1, 2, 3 ബുക്കാണ് ഉള്ളത്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഇയറിൽ 10 സബ്ജക്റ്റാണുള്ളത്. ഫസ്റ്റ് ഇയറിൽ എനിക്ക് 8 സബ്ജക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10 സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് എനിക്ക് ഇരുന്ന് പഠിക്കുകയും വേണം. ഫുള്ള് വായിച്ച് നോക്കിയാലേ മനസ്സിലാവുന്ന ബുക്കാണ്. ഓക്കെ, കുറച്ച് ടഫും ഉണ്ട്, എന്നാൽ ഈസി ഉള്ളതും ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് നന്നായി വായിച്ച് നോക്കുക തന്നെ വേണം. കാരണം ഇത്രയൊന്ന് 1 വർഷത്തെ ബുക്കാണ്. അപ്പോൾ നമ്മൾ 2 സെം ഒരുമിച്ച് എഴുതാമെന്നാണ്. എനിക്ക് ജൂണിലും എഴുതാം, ഡിസംബറിലും എഴുതാം. പക്ഷേ എനിക്ക് മൊത്തത്തിൽ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുമിച്ച് എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. 10 സബ്ജക്റ്റ്. ഞാനൊന്ന് മാറ്റി വെച്ചോട്ടെ. അപ്പോൾ എനിക്ക് അതും കൊണ്ടുപോകണം, ഇതും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് എൻ്റെ ടൈം ടേബിൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റിയ ടൈം ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് പഠിക്കാൻ പറ്റുമോ, ഇത്രയും ഈ ഒരു ടൈം ടേബിൾ ഒരു ദിവസം ഇത്രയും സബ്ജക്റ്റ് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. ഓക്കെ, നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ട, ശരി ഞാൻ ഇന്ന് പഠിക്കണില്ല, അല്ലെങ്കിൽ നാളെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പഠിപ്പ് നടക്കില്ല. ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ നമുക്ക് കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാരണം ഹെൽത്ത് ഇഷ്യൂസ്, അതെനിക്ക് കാരണമാണ്.
ഓക്കെ. അപ്പോൾ പലർക്കും പല കാരണങ്ങൾ, വീട്ടമ്മമാരുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, അവർ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൺകുട്ടികളുണ്ട്, അവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അതും കാരണങ്ങളാണ്. പക്ഷെ ആ കാരണങ്ങളെ നമ്മൾ മറികടന്നിട്ട് പഠിക്കുമ്പോഴാണ് നമ്മുടെ പഠിത്തത്തിലും അത് എക്സാമിലും നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ഈ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. ഓക്കെ, സെൽഫ് സ്റ്റഡി അങ്ങനെ എല്ലാവർക്കും പറ്റും, പറ്റാത്തവരും ഉണ്ട്. കോച്ചിങ്ങിന് പോയാലേ പഠിക്കാൻ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല. പക്ഷേ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ഞാനൊരു ബേസ് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഫസ്റ്റ് പോയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ലെവലേ അല്ല. ഓക്കെ, പഠിച്ച സാധനങ്ങൾ തന്നെയാണെങ്കിലും, നമ്മൾ 10 വരെ പഠിച്ചതാണെങ്കിലും, പക്ഷെ PSCക്ക് പഠിക്കേണ്ടത് വേറെ പഠിത്തമാണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങൾ അവിടെ തരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പഠിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച റാങ്ക് ഫയലാണ്. റാങ്ക് ഫയൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് റാങ്ക് ഫയലാണ്, ഏത് എഡിഷനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. 10th ലെവലിൻ്റെ മെയിൻസ് റാങ്ക് ഫയലാണ്. 2022 എഡിഷനാണ് കേട്ടോ. 2022 എഡിഷനാണ്. ഒരു 3 ബുക്കുണ്ട്, 3 വോളിയം ഉണ്ട്. അത് ഇതാ കണ്ടോ, ഇതുപോലെ ഞാൻ ബൈൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 10th മെയിൻസ് കണ്ടോ, വോളിയം 3 ആണിത്. അതുപോലെ തന്നെ എല്ലാം ഞാൻ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും തോന്നുന്നു. ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ഞാനത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് അങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ചതാണ്. ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 3 വോളിയം കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതാണ് പഠിക്കേണ്ട ആ ഒരു ടോപ്പിക്ക് ഞാൻ അത് മാത്രം എടുത്തിട്ട് ഞാൻ സെൻറ്ററിലേക്ക് അങ്ങനെ കൊണ്ടുപോയി. ഏത് ടോപ്പിക്കാണോ തീർക്കേണ്ടത് ആ ടോപ്പിക്കിൻ്റെ ബുക്ക് മാത്രം എടുത്തിട്ട്, ഏതാണ് ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷും ഒരു ബുക്കിലായിരിക്കും, ആ ബുക്ക് ഞാൻ ഡെയിലി കൊണ്ടുപോകാറുണ്ട്. കാരണം ഡെയിലി ഞാൻ മലയാളം ഇംഗ്ലീഷും മുന്നോട്ട് കൊണ്ടുപോയിട്ടേയിരിക്കും. ഡെയിലി ഞാൻ മലയാളം ഇംഗ്ലീഷ് നോക്കിയിട്ടില്ല, അത് പെൻഡിങ് ആവും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും, ഈ 3 ഞാൻ ഡെയിലി നോക്കാറുണ്ട്. സെൽഫ് സ്റ്റഡീൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അത് മാത്രമാണ്, ഈ നോൺ GK ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പലരും ചോദിച്ച ഒരു കാര്യമാണ് സെൽഫ് സ്റ്റഡി എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ കോച്ചിങ്ങിന് പോകുന്നത് നിർബന്ധമാണോ, ഓക്കെ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ സെൽഫ് സ്റ്റഡിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. റിപ്ലൈ തരാത്തവർ വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഫോൺ എടുക്കുന്നുണ്ട്. അല്ലാത്തത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ക്ലാസ്സൊക്കെ കാണണേന്ന്. ഞാൻ TV-യിലാണ് കാണാറ്. വൈഫൈ TV-യിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അത് യൂട്യൂബ് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ കാണൽ. അത് കണക്ട് ചെയ്യും. ഞാൻ ഹോളിൽ ടേബിൾ, ഇതിപ്പോൾ എൻ്റെ റൂമിലാണ് കേട്ടോ. ഇത് റൂമാണ്. ഇത് കണ്ടോ, ഞാൻ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് റൂമാണ്. ഞാൻ ഇപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. സമയം 10:15. ഓക്കെ, അപ്പോൾ എൻ്റെ ടൈം ടേബിളിൽ 10 മണിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നടക്കില്ല. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് ശരി നാളെ രാവിലെ എനിക്ക് കുറച്ച് കാര്യമുള്ളതുകൊണ്ട് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏതാ ജില്ലകളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കണ്ടോ വരച്ച് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ശരി എന്നാൽ വീഡിയോ എടുത്ത് വെക്കാം. ഓക്കെ, എന്തായാലും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഫോൺ എടുക്കും. അല്ലാത്തതൊക്കെ ഒന്നല്ലെങ്കിൽ ലാപ്ടോപ്പ് ക്ലാസ് ഓൺലൈനിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഓൺലൈനിൽ മീൻസ് ലൈവ് ക്ലാസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ലാപ്ടോപ്പ് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ട ക്ലാസ് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സ് ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്ക് ഞാൻ എഴുതി വയ്ക്കും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, കുറച്ച് ഇങ്ങനെ കുഞ്ഞു നോട്ടിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ നെക്സ്റ്റ് ഇന്ന് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രധാന നിയമനങ്ങൾ. ഓക്കെ, പ്രധാന നിയമനങ്ങൾ. ഈ ടോപ്പിക്ക് ഞാൻ ഇന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പോയിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഇത് ഞാൻ എന്ത് ചെയ്യും, ലൈക്ക് ചെയ്ത് വെക്കും ഈ വീഡിയോ. അതായത് ഏത് നല്ല
ക്ലാസ്സിലെ വീഡിയോ ഞാൻ എന്ത് ചെയ്തു ലൈക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആ വീഡിയോ ഫുള്ളി ഇരുന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ നോട്ട് എഴുതുക. ഒപ്പം ഞാൻ നോട്ട് എഴുതാറില്ല. അതെനിക്കെന്തോ കംഫർട്ടബിളായി തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ നോട്ട് എഴുതാറില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ റാങ്ക് ഫയൽ ഞാൻ നോക്കും. പക്ഷേ റാങ്ക് ഫയൽ നമ്മുടെ റീസെൻറ്റ് നിയമനങ്ങളില്ല. അതുകൊണ്ട് റാങ്ക് ഫയൽ സത്യമായിട്ട് ഞാൻ റാങ്ക് ഫയൽ അത്ര യൂസ് ചെയ്യാറില്ല കേട്ടോ. അത് വേറൊരു വശം. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ക്ലാസ്സിൽ തന്നെയാണ് ഞാൻ മാക്സിമം. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിൽ ഏതെങ്കിലും നിയമനങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എഴുതി വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതേപോലെ ലൈക്ക് ചെയ്ത് വയ്ക്കും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ലൈക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഫുള്ളി ഇരുന്ന് കാണും. അതിനിടയിൽ ഞാൻ നോട്ട് എഴുതാറില്ല. അത് നോട്ട് എഴുതുന്ന സമയത്ത് എനിക്കെന്തോ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ചെറിയ കുഞ്ഞ് നോട്ട്, ഇങ്ങനത്തെ നോട്ട് എനിക്ക് കുറച്ചുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞ് നോട്ടിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയേണ്ട ആ ഒരു ഇതിൽ, കാരണം പഠിച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഇത് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു ആ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം പിന്നീട് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്കത്ര നിർബന്ധമില്ല. ഈ നിയമനങ്ങൾക്കൊന്നും അത്ര നോട്ട് നിർബന്ധമില്ല. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമനങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടു എന്നുള്ളൊരു, ആ ഒരു ടോപ്പിക്ക് തീർന്നു എന്നുള്ളൊരു, ആ ലൈക്ക് ചെയ്തത് ഞാൻ ഡിസ്ലൈക്ക് ചെയ്യും. ആ വീഡിയോ ഞാൻ അവിടെ നിന്ന് കളയും. അതുപോലെ അടുത്തത് ഇപ്പോൾ മാർഗ്ഗനിർദ്ദേശം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് വയ്ക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തിട്ട്, ഇപ്പോൾ എവിടെയാണെങ്കിൽ സൈലത്തിലാണെങ്കിൽ എൻട്രി, ഈ 2 ചാനൽ ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എൻട്രി സൈലം BSc, എൻട്രി BScൻ്റെ ചാനൽ ഞാൻ ഫോളോ ചെയ്യണതാണ്. ഈ 2ത്തിലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ്, ഞാൻ ഇന്ന് പഠിക്കണം എന്ന് കരുതിയ ഒരു ടോപ്പിക്കാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഇതേപോലെ ലൈക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ ആ വീഡിയോ രാവിലെ എല്ലാം പണിയും കഴിഞ്ഞിട്ട്, സെൽഫ് സ്റ്റഡീൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ രാവിലെ എണീക്കുകയാണെച്ചാലും പഠിക്കാൻ പോവുകയാണെച്ചാലും അതിന് മുന്നേ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് എഴുതി വയ്ക്കുക. ഇന്ന് ഞാൻ ഇത്ര ടോപ്പിക്ക് തീർക്കും, ഓക്കെ, ഇന്ന് ഞാൻ ഇത്ര ടോപ്പിക്ക് തീർക്കും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര തീർക്കണം, കവർ ചെയ്യണം, ഈ ടോപ്പിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി വെച്ചിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യണ രീതിക്ക് നിങ്ങൾ ടൈം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ജോലിക്ക് പോകുന്നവർക്ക് പറ്റാതിരിക്കാം, അവരോട് ഞാൻ എപ്പോഴും പറയണില്ല തീർക്കണം, പക്ഷേ തീർത്താൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റും. തീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് തീർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ഇരിക്കും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അത് തീർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന സമയം കുറച്ച് നമുക്ക് ഫംഗ്ഷനും അതുപോലെ തന്നെ കുറേ പരിപാടികളും കാര്യങ്ങളും ഫ്രണ്ട്സ് വിളിക്കും, അതൊക്കെ ചെയ്യും. ബോയ്സിനെയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ അവർ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ഫംഗ്ഷന് കാതുകുത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്ന പോലെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡി അത്ര എളുപ്പമല്ല പക്ഷേ ഈസിയാണ്. നമ്മൾ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇന്നത് തീർക്കണം, ഇന്നത് ഞാൻ പറഞ്ഞ സമയത്ത് തീർക്കണം എന്ന് പറയാൻ ആരുമില്ല. നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ ടൈം ടേബിളിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് സെൽഫ് സ്റ്റഡി. ഓക്കെ, പറ്റുന്നവർക്ക് നല്ലൊരു കാര്യമാണ് സെൽഫ് സ്റ്റഡി എന്നുള്ളത്. ടൈം ടേബിൾ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യും, ആ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യും. ഞാൻ എൻ്റെ ഒരു റൊട്ടീനാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പോൾ ഇങ്ങനെ ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കുഞ്ഞ് ബുക്ക്, ഇങ്ങനത്തെ ഒരു ഇതിന് 5 രൂപയുള്ളൂ കേട്ടോ. ഈ ഒരു കുഞ്ഞ് ബുക്കിന് ഐ തിങ്ക് ഇതിന് 5 രൂപയുള്ളൂ. ഈ ഒരു ബുക്കിന് 5 രൂപയുള്ളൂ. ഞാൻ എവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാവിടെയും കിട്ടും, നമ്മുടെ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. 5 രൂപയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കണ്ട. ഇക്കത്തെ അസൈൻമെൻറ്റ്സിൻ്റെ ആണ്, എൻ്റെ അസൈൻമെൻറ്റ്സിൻ്റെയാണ്. എഴുതി കഴിഞ്ഞ അസൈൻമെൻറ്റ്സ് ഞാൻ ടിക്കറ്റ് വയ്ക്കും. അപ്പോൾ ഇതിന് ബാക്കിൽ നിന്ന് ഞാൻ അസൈൻമെൻറ്റ്സും മുന്നിൽ നിന്ന് PSC ആണ് തുടങ്ങാറ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു ബുക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ടൈം ടേബിൾ ഞാൻ എഴുതി വെക്കണം പറയില്ല, ടൈം ടേബിൾ നിങ്ങൾ വേറെ ഒരു ബുക്കിലാക്കി എഴുതി വയ്ക്കുക. ഇതിൽ നിങ്ങൾ പറ്റുന്ന പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിൾ എന്നല്ല, മറ്റേ ടോപ്പിക്ക് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടന നിർമ്മാണ സമിതി തീർക്കും എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക.
തീർക്കും എന്നല്ല, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. തീർക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അത് തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ആ ഒരു പെൻഡിങ് ആവും. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, കോച്ചിങ് സെൻറ്ററിൽ പോയി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മറ്റേ കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ തരണ ആ ഒരു ലെവലിൽ പഠിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് തരുമായിരുന്നു അവർ പഠിക്കാൻ വേണ്ടിയിട്ട്. റാങ്ക് ഫയലിൽ നിന്ന് ഒരു 5-10 പേജ്, 5 പേജ് എന്ന് പറയുന്നത് അപ്പുറവും ഇപ്പുറവും വരും കേട്ടോ. ഒരു പേജിൻ്റെ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു പേജ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, ഇപ്പോൾ ഈ പാലക്കാട് ഈ ഒരു ടോപ്പിക്ക് തരികയാണെങ്കിൽ ഈ ഒരു പേജും ഇടയ്ക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഈ ഒരു പേജും ഒരു പേജ്, അങ്ങനെ 10 പേജ് പഠിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ തൊഴിൽ വീതിയൊക്കെ ഉണ്ട് ഇവിടെ. തൊഴിൽ വീതിൻ്റെ സമയത്ത് തൊഴിൽ വാർത്തയിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പേജ് അപ്പുറം ഇതേപോലെ അപ്പുറമാണ് തരുന്നത്. പോരാത്തതിന് പിറ്റേ ദിവസം ചോദ്യം ചോദിക്കും. അവിടെ ക്ലാസ്സിൽ രാവിലെ പോയിക്കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കും. അപ്പോൾ 5 ക്ലാസ് ഇപ്പുറം, 5 അല്ലെങ്കിൽ 3 ക്ലാസ് ഇപ്പുറം പഠിച്ചിരിക്കണം. അങ്ങനെയാണ് അവിടുത്തെ കണക്ക്. 5 ക്ലാസ് ഇപ്പുറം പഠിക്കണം എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട്. അപ്പോൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം ചോദിച്ച് രാവിലെ അവിടെ അങ്ങനെ എണീപ്പിച്ച് നിർത്തും. പിന്നെ ഇമ്പോസിഷൻ 100 വട്ടം എഴുതണം. അത് വേറൊരു കാര്യം. എഴുതാണ്ട് പോയി കഴിഞ്ഞാൽ അതിന് വേറെ ചീത്ത. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഭയങ്കര ഡിപ്രഷനായി. എനിക്ക് പറ്റണില്ല. വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റണില്ല. അങ്ങനെയായി ഒരുമാതിരി ആയിക്കഴിഞ്ഞു. കാരണം എനിക്ക് പേടിയാവാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് പഠിച്ചിട്ട് ഞാൻ ഉറങ്ങണില്ല, ഉറക്കമില്ലാണ്ടായി. ഞാൻ മെയിനായിട്ട് ഫോഴ്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഇവിടെ PSC മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ, അതിനായിട്ടുള്ള ബുക്കായിരുന്നു. മെയിനായിട്ട് ഈ ഒരു എക്സാമിനായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവർ ഫസ്റ്റ് കൊണ്ടുപോയിരുത്തിയത് എനിക്ക് ബേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവർ കൊണ്ടുപോയിരുത്തിയത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സിലായിരുന്നു. അവിടെ 2 വർഷത്തോളമായ പിള്ളേരുടെ കൂടെ എന്നെ കൊണ്ടുപോയിരുത്തിയപ്പോൾ എനിക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷെ ഞാൻ അവിടുത്തെ ചേച്ചിമാരുടെ അടുത്തൊക്കെ ചോദിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല അവിടെ. ഞാൻ തന്നെ എൻ്റെ രീതിക്ക് പോയപ്പോൾ ഒന്നും അറിയാണ്ട് PSCക്ക് വന്ന ഒരാൾക്കുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് PSCക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ നല്ലപോലെ അനുഭവിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു. ക്ലാസ്സിൽ പോവും, മാസം 600 രൂപ ഫീസാണ്. ഓക്കെ, അത് കൊടുക്കുകയുമാണ്. വെറുതെ അത് കൊടുക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ഞാൻ വെറുതെ പോവും. പിന്നെ വീട്ടിൽ നിന്നും ചീത്ത പറയും പോകാൻ വേണ്ടിയിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത്. കാരണം എൻ്റെ പഠിച്ച് തീരില്ല, ഉറങ്ങാൻ സമയമില്ല. രാവിലെ എണീച്ചാൽ എനിക്ക് ഫിസിക്കലിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് പോകണ്ടായിരുന്നു. ഓൾറെഡി ഞാനൊരു അത്ലീറ്റാണ്. അപ്പോൾ പിന്നെ എനിക്ക് രാവിലെ ഈ ഒരു റണ്ണിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോണ സമയത്ത് എനിക്ക് രാവിലെ നേരത്തെ എണീക്കണം. 4 മണിക്ക് എണീച്ച് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് ഗ്രൗണ്ടിലേക്ക് എത്തണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എനിക്കിതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഉറക്കമില്ല. അങ്ങനെ ബോഡി നല്ല വീക്കായി, BP ലോ ആയി, അങ്ങനെ മയങ്ങി വീഴ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാൻ പിന്നെ ആ സമയത്താണ് നമ്മുടെ WCPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഇത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇതൊന്നും ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയണില്ല, ഈ ഒരു വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു WCPയുടെ ഞാൻ ആഗ്രഹിച്ചൊരു എക്സാമാണ്. അപ്പോൾ അത് വന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി പഠിച്ചു. കോച്ചിങ് സെൻറ്ററിൽ ക്ലാസ് CPക്ക് വേറെ, അങ്ങനെ തിരിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ CPൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എനിക്ക് ബേസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അത് അത്യാവശ്യം ഞങ്ങൾ പറയണ പോലെ പഠിക്കാൻ തന്നു. ആ ഒരു ലെവലിൽ പോയപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പം അടിപൊളിയായി, കുഴപ്പമില്ല. സ്പെഷ്യൽ ടോപ്പിക് കാണിച്ചാലും എക്സ്ട്രാ എടുക്കേണ്ട ഒരു കാര്യമാണ്. 20 മാർക്കിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, അതുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എടുത്തപ്പോൾ എനിക്ക് അടിപൊളിയായി പഠിക്കാൻ പറ്റി. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആ ഒരു ഫസ്റ്റത്തെ എക്സാമിന് എനിക്ക് 56.33 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കട്ട് ഓഫ് കൂടുതലായിരുന്നു. അതിനുശേഷം ഭയങ്കര ഡിപ്രഷനായി. ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു ആ ഒരു വിഷമം. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഭയങ്കര ഒരു എന്താ പറയുക, കരച്ചിലായി. റിസൾട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായി. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ, ഇടയ്ക്ക് പോസ് ചെയ്തിട്ടാണ്. എനിക്ക് ബ്രീത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഞാനത് പോസ് ചെയ്യാണ് കേട്ടോ. എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്.
അപ്പോൾ ചിലപ്പോൾ കട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകും, എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ അതുകൊണ്ടാണ്, ഒന്ന് നോക്കണേ. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായി. ഞാൻ പിന്നെ പഠിക്കാണ്ടായി. മാർക്ക് ഇത്ര കുറച്ച് അടുത്ത് വന്നുകൊണ്ട്, കട്ട് ഓഫിൻ്റെ ഒരു അടുത്ത് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം അങ്ങനെ പക്ഷേ അതിന് ഞാൻ റിക്കവറായി വന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു എക്സാമിന് പോയതിന് ശേഷം പിന്നെ LGS ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. LGS എഴുതിയതിന് ശേഷം എനിക്ക് അത്ര മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അത് വേറൊരു പ്രശ്നം. അങ്ങനെ കുറേ, പിന്നെ ഞാൻ എന്തായാലും ഒരു ജോലി, ആ ഒരു സ്വപ്നത്തിൽ ഞാൻ നിൽക്കുകയാണ്. എന്ത് വന്നാലും ആ ഒരു ജോലി ഞാൻ നേടും എന്നുള്ളൊരു എന്താ പറയുക, ദൃഢനിശ്ചയം എന്ന് പറയില്ലേ. ആകെ പഠിച്ചിട്ട് മെലിഞ്ഞു പോയി എന്ന് പറയും, എല്ലാവരും കളിയാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ കുറേ പേര് ചോദിക്കും ജോലി ആയില്ലേ. നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, നമ്മൾ പ്രയത്നിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ കഥ മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല തോന്നുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് വേണ്ട ഒരു കാര്യമാണ്, അതിനു വേണ്ടി നിങ്ങൾ ഇരിക്കണം. മെയിനായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ എക്സാം ഫോക്കസ് ചെയ്യണത് അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചതിന് ശേഷം എന്തായാലും നിങ്ങൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് നമുക്ക് എക്സാംസിനും മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ CA, ഈ 3 നിങ്ങൾക്ക് ഉള്ള ഒരു ഇതുണ്ട്. ഇത് എൻ്റെ അടുത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞാനിത് ഡൗൺലോഡ് ചെയ്തതല്ല, എൻ്റെ ഇത് കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തന്ന ഒരു ഇതാണ്. ഓക്കെ, കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തന്നതിന് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് എൻ്റെ അടുത്തുള്ളത്. കണ്ട, ഇത് മാർക്കൊക്കെ അവിടെ ഇവിടെ മൈനസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കണം. അപ്പോൾ ഇതാണ് കറക്കിക്കുത്തും വരയ്ക്കലും കാര്യങ്ങളും മാത്സിൻ്റെയൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അവിടുന്ന് പ്രിൻ്റ് എടുത്തതൊന്നുമല്ല, പ്രിൻ്റ് എടുക്കാനുള്ള എന്ത് വോക്കപ്പ് സ്പീഡിലൊക്കെ കിട്ടും, PYQ കിട്ടും. അപ്പോൾ LGS എക്സാം ആയിരുന്നു. അതിന് ശേഷം ഞാൻ എഴുതിയ എക്സാം, അതിലെനിക്ക് സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ പിന്നെയും തുടങ്ങി. അതിനുശേഷം പിന്നെ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് സമയം കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വന്നു. എക്സാം സമയത്ത് 2 എക്സാം എനിക്ക് ഒരേപോലെ വന്നു. അത് വേറെ ഡിപ്രഷൻ. കുറേ ആയിട്ട് എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ കുഴപ്പമില്ലാണ്ടപ്പോൾ സെൽഫ് സ്റ്റഡിയിൽ പഠിച്ചോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഏതാണ് എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം, അതിന് വേണ്ടി നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാ ദിവസവും ഏതാണ് ഇന്ന് ടോപ്പിക്ക് ചെയ്യുന്നത്, പഠിക്കണത്, ഏത് ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്യുന്നത് വെച്ചാൽ അതിനുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, പല ദിവസങ്ങളും പലർക്കും പല കാരണങ്ങൾ അതിജീവിക്കാൻ പഠിക്കണം. ഓക്കെ, ആ ഒരു മനസ്സ്, പഠിക്കാൻ പറ്റും, ഇന്ന് ഇത്ര ടോപ്പിക്ക് തീർക്കാൻ പറ്റും എന്നുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എല്ലാം പറ്റും. ഓക്കെ, ഇപ്പോൾ LDCൻ്റെ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടാട്ടോ. ഞാൻ ആ ഒരു സമയത്ത് ഞാൻ എക്സാം എഴുതി തന്നെ എൻ്റെ ഒരു ദിവസം LDCയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അതിനുവേണ്ടി ഞാൻ അതുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന 2025 കുറേ എക്സാം, ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവൽ, കുറേ എക്സാംസ് വരാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ മെയിനായിട്ട് ഇരിക്കുന്നത് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉണ്ടല്ലോ, അതിലെനിക്കൊന്ന് ലിസ്റ്റിൽ വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സെൽഫ് സ്റ്റഡി എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ കാരണങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും. ആ കാരണങ്ങളൊന്നും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാരണങ്ങളൊന്നും നിങ്ങൾക്ക് കാരണങ്ങളേ അല്ല. ഓക്കെ, അതൊന്നും നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ചിലർ 4 മണിക്ക് എണീക്കുന്നുണ്ടാവും, ചിലർ 5 മണിക്ക് എണീക്കും. എപ്പോഴാണോ നിങ്ങൾ എണീക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് ഫ്രഷായി രാവിലെ പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എൻ്റെ രീതിക്ക് ഞാൻ പറയും. എല്ലാവരെ കൊണ്ട് ഞാൻ രാവിലെ പഠിക്കാതിരിക്കാൻ പറയില്ല, ഓരോരുത്തർക്കും ഓരോ മൈൻഡായിരിക്കും. ഒന്നും കൂടി എനിക്ക് തലയിൽ കയറുന്നത് ഈ 4 മണിക്ക് പഠിക്കാതിരിക്കണോണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് 4 മണി ടു ഒരു 6 മണി വരെ ഞാൻ ആ ഒരു ടോപ്പിക്ക് നോക്കും, 6 to 7 വരെ ഒരു ടോപ്പിക്ക്, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ നിർത്തി ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിസിക്കൽ ആ ഒരു ഇതൊക്കെ നിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി
അടിപൊളിയായിരിക്കും. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഓരോ ടോപ്പിക്ക് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഓരോ ടോപ്പിക്ക് എഴുതി വെച്ചിട്ട് ആ ഒരു ഇതുണ്ടല്ലോ, എഴുതി വെച്ചിട്ട് ഇത് പഠിക്കും എന്നുള്ള മനസ്സുറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഒരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്ലാൻ, നിങ്ങളിത് ചെയ്യും, ഇത്ര പഠിക്കും, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നിങ്ങൾ പഠിച്ചാൽ മതി. വാരി വലിച്ച് നിങ്ങൾ ടൈം ടേബിൾ ഇട്ടിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എത്രയാണോ നിങ്ങൾക്ക് ടൈം കിട്ടണം. ചില വീട്ടമ്മമാരുണ്ട്, അവർ കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരും, പണി ചെയ്യേണ്ടി വരും. അവർക്കൊക്കെ അനുസരിച്ച് ഒരു ടൈം ടേബിൾ, നിങ്ങൾക്ക് അനുസരിച്ച് ടൈം ടേബിൾ നിങ്ങൾ ഇട്ടിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇട്ട് തരാം. എൻ്റെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ ടൈമും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ ഞാൻ ഇട്ട് തരാം. ഏതൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ സമയത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഞാൻ ഇട്ട് തരാം. വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ അവരവർക്ക് സ്വയം ഇടാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് ടൈം ടേബിൾ ഇട്ടിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് ഒരു പ്ലാന്, നിങ്ങൾ ഇത്ര ടോപ്പിക്ക് പഠിച്ച് തീർക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്രയും ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ ഇട്ടിട്ട് പിന്നെ കൂട്ടി എക്സാം വരുന്ന സമയത്ത് നമുക്ക് കൂട്ടി ടൈം ടേബിൾ സമയം എല്ലാം കൂട്ടിയിട്ട് വരാം. ഓക്കെ, നോൺ ജിക്ക് ഫസ്റ്റ് നിങ്ങൾ മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ടൈം ടേബിൾ. ഓക്കെ, ഇത് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് കുറേ എക്സാമിൽ വരുന്നുണ്ട് 20 മാർക്കിന്. അതും നിങ്ങൾ ഈ നോൺ ജി കെയിൽ കൂടി ഇൻക്ലൂഡ് ആക്കുക. ഇപ്പോൾ പോലീസ് ആണെങ്കിലും, ഫയർ ആണെങ്കിലും, എക്സൈസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഈ 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ മെയിൻസിന് 100 മാർക്കിൻ്റെ ഒരു പേപ്പർ ഉണ്ട്. അപ്പോൾ അതിന് +2 ലെവലിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. 10th ലെവലിൽ സുപ്രധാന നിയമങ്ങളും കേരള ഭരണം, ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഈ നോൺ ജി കെൻ്റെ കൂടെ നിങ്ങൾ ഡെയിലി ഇൻക്ലൂഡ് ആക്കിയ, ഡെയിലി ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഡെയിലി കറണ്ട് അഫെയർ നിങ്ങൾ PSC ബുള്ളറ്റ് വരുത്തുന്നുണ്ടോ? നിങ്ങൾ ഇതിലെ കുറച്ച് കറണ്ട് അഫെയർസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാക്കിയൊരു PSC ബുള്ളറ്റിനാണ് കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ഇപ്പോഴാണ് കുറച്ച് 2 മാസം മുന്നേ 2 മാസം 3 മാസം മുന്നെയാണ് എടുത്തത്. ഇതിൽ വരുന്ന കറണ്ട് അഫെയർസ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇതിൽ വരുന്ന കറണ്ട് അഫെയർസ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് PSC ആണെങ്കിലും കേട്ടോ. ഇതിലിതാ ഈ ചോദ്യങ്ങളൊക്കെ ന്യൂറാലിങ്കൊക്കെ നിങ്ങൾ LDCക്കും അതുപോലെ തന്നെ 10th പ്രിലിംസിനൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഈ ന്യൂറാലിങ്ക്. ഓക്കെ, ഏതിൻ്റെയാണ്? ആദ്യ മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഈ PSC ബുള്ളറ്റിൽ നിന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് വരുത്തുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇതായിട്ട് ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതും കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഇതിൻ്റെ ഇത് വേണമെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ, വേണമെന്നുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ എഡിഷനിൽ ഇതിൻ്റെ CAൻ്റെ കറണ്ട് അഫെയർസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ CA ആണ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഴയതാണ്. ഇത് ജനുവരി 15-ാം തീയതിത്തെ എഡിഷനാണ്. ഓക്കെ, മാസത്തിൽ 2 PSC ബുള്ളറ്റിനാണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഉപകാരപ്പെടും. ഡെയിലി മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ്, ഈ 3 ഇതിൻ്റെ കൂടെ കറണ്ട് അഫെയർസും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക്, അതായത് ഫോഴ്സ് എക്സാമിന് പഠിക്കുന്നവരാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻക്ലൂഡ് ആക്കുക. ആ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോയിക്കാൻ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം ഞാൻ എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം. ഞാൻ ക്യാമറ നോക്കിയിട്ടാട്ടോ എഴുതുന്നത്, എത്ര ശരിയാവുമെന്ന് എനിക്കറിയില്ല. മാത്സ്, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് CA എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നുള്ളത് സ്പെഷ്യൽ ടോപ്പിക്ക്. ഈ ഒരു സംഭവങ്ങൾ, ഈ 5 സംഭവങ്ങൾ ഡെയിലി നിങ്ങൾ മലയാളം, ഇംഗ്ലീഷൊന്നും വിട്ടുകളയാനേ പറ്റാത്തവർ, ഞാൻ വിട്ടുകളയാറില്ല, ഞാൻ ഡെയിലി കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സും. ഇപ്പോഴും CA ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ടോ പറയാൻ പറ്റില്ല. സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ ഇടയ്ക്കാണ് നോക്കാറുള്ളൂ, വേറെ കാര്യം. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, PYQ നോക്കുക. ഇപ്പോൾ ഇതിൽ തന്നെ ഇത് 10th പ്രിലിംസിൻ്റെയാണ്.
ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നും ഏതൊക്കെയാണ് ഭിന്നസംഖ്യ, ഇതൊരു ടോപ്പിക്കായി നിങ്ങൾക്ക് ഭിന്നസംഖ്യ, എണ്ണൽ സംഖ്യ, സംഖ്യകളുടെ ടോപ്പിക്കായി എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഉറപ്പല്ലേ. അതുപോലെ തന്നെ ലിറ്റർ, വെള്ളത്തിൻ്റെ കണക്ക്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ലിറ്റർ കണക്ക്, ടാങ്ക് ലിറ്ററും ആ ഒരു ഇത് പൂർണ്ണവർഗം. അപ്പോൾ കിലോ കണക്കിൽ ഇതിൽ ശരാശരി കാണാനുണ്ടാവും, ഒറ്റ സംഖ്യകൾ. സംഖ്യകളിൽ കുറേ ക്വസ്റ്റ്യൻ വെച്ചില്ല. അപ്പോൾ ആ ഒരു കിലോമീറ്റർ, ഓക്കെ, കിലോമീറ്റർ ദൂരം, സ്പീഡ്, അതിൻ്റെ മാത്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ PYQ നിങ്ങൾ നോക്കുക. എവിടെ നിന്നാണോ ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ഇത് നോക്കുക. വീഡിയോ ലെങ്ത്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ ഇട്ടിട്ട് പറയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അതനുസരിച്ചിട്ട് ഇട്ട് തരാം. എന്താ ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണമെങ്കിൽ അത്, അല്ലെങ്കിൽ വീട്ടിലാണ് കുഞ്ഞുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ ഓരോ വീഡിയോ ആണെങ്കിൽ ചെയ്യാൻ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അവർക്ക് അങ്ങനെയാണെങ്കിൽ അയച്ചു തരാം. എന്താ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങളെക്കൊണ്ട് പറ്റും. സെൽഫ് സ്റ്റഡി ആർക്കും പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ആരുടെയും ഒരു മെൻറ്ററോ ആരോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നൊന്നും ആരും പറയുന്നില്ല. പറ്റും, എന്തായാലും പറ്റും. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. ഓക്കെ, എനിക്ക് ഈ ഡിഗ്രിയും ഈ PSC ഒപ്പം കൊണ്ടുപോയിട്ട് മാർക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടാവും. കാരണങ്ങൾ വെച്ച് നിങ്ങൾ പഠിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടെ. കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക്